ടോട്ടലി ഇപ്പോൾ പ്രീ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ 1,40,000 രൂപയുടെ S24 അൾട്രാ വേരിയന്റ് ഏകദേശം 1,18,000 രൂപയ്ക്ക് എല്ലാ ഓഫറുകളും കിഴിച്ചതിന് ശേഷം ജാനുവരി 30-നുള്ളിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. വാട്സ്ആപ്പ് കേസ് റോഗസ്മേഡ് നാസിമാണ്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിന് S24 സീരീസ് നമുക്ക് മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. 3 വേരിയന്റിലാണ് ഇത്തവണയും ഈ ഒരു മൊബൈൽ ഫോൺ വന്നിരിക്കുന്നത്. S24, S24 പ്ലസ്, S24 അൾട്ര. എല്ലാവരും കാത്തിരിക്കുന്നത് S24 അൾട്രയ്ക്ക് വേണ്ടിയായിരിക്കും. S24ലും S24 പ്ലസിലും വന്നിരിക്കുന്നത് Exynos 2400 എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ്. എക്സിനോസിന്റെ ചിപ്സെറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അങ്ങോട്ട് ഈ ഒരു S24 അല്ലെങ്കിൽ S24 പ്ലസ് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. കാരണം എല്ലാവരും എക്സിനോസിനെ അങ്ങ് തഴഞ്ഞു വെച്ചിരിക്കുകയാണ്. പക്ഷേങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ് S24 അൾട്രയിൽ വന്നിരിക്കുന്നത്. മേ ബി നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ S24ന്റെ S24 പ്ലസിന്റെയും ആ ഒരു പെർഫോമൻസ് അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും തന്നെ നമ്മൾ കുറച്ച് കാണണ്ട. പക്ഷേ എങ്കിൽ എക്സിനോസ് വന്നിരിക്കുന്ന ഇതിന് മുമ്പ് എക്സിനോസ് ഒക്കെ വന്നിരിക്കുന്ന സാംസങ് ഫോണുകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല. ആദ്യമൊക്കെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് തരും, അതിനുശേഷം പതിയെ പ്രശ്നങ്ങളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതാണ് കണ്ടുകൊണ്ടിരുന്നത്. അതിനോടൊപ്പം തന്നെ 7 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേഷനും സോഫ്റ്റ്വെയർ അപ്ഡേഷനും ഇത്തവണ സാംസങ് ഉറപ്പ് തരുന്നുണ്ട്. ഈ ഒരു എക്സിനോസ് ചിപ്സെറ്റ് ഇതിനെ എങ്ങനെ ഒന്ന് ക്രോഡീകരിച്ച് ഈ ഒരു 7 കൊല്ലം കൊണ്ടുപോകുമെന്നാണ് പല ആളുകളും ആശങ്ക പറയുന്നത്. നമ്മുടെ കയ്യിൽ ഇന്ന് S24 അൾട്ര ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നുണ്ട്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. ആദ്യം വൈകിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. S24 സീരീസിനെ കുറിച്ച് നമ്മൾ റൂമേഴ്സിലൊക്കെ എന്താണോ കേട്ടിരുന്നത് ആ ഒരു സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇത്തവണ S24 സീരീസിൽ വന്നിരിക്കുന്നത്. എസ്പെഷ്യലി AI ഫീച്ചേഴ്സ് ഒക്കെ ഇതിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു AI ഫീച്ചേഴ്സ് ഒക്കെ എത്രത്തോളം എല്ലാവർക്കും യൂസ് ആകുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ആകും. പക്ഷേങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനു മുമ്പേ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റർ പോലെയുള്ള അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. S24 അൾട്രയിലെ എസ്പെഷ്യലി എടുത്തു പറയുന്ന AI ഫീച്ചേഴ്സ് ആണ് വരുന്നത്. ലോകത്തിൽ തന്നെ ആദ്യത്തെ AI ഫീച്ചർ ഉള്ള മൊബൈൽ ഫോൺ ആണ് S24 സീരീസ് എന്നാണ് സാംസങ് അവകാശപ്പെടുന്നത്. കുറച്ചധികം AI ഫീച്ചേഴ്സ് ഈ ഒരു മൊബൈൽ ഫോണിൽ വന്നിട്ടുണ്ട്. ഫസ്റ്റ് അപ്പ് എന്ന് പറയുന്ന കോൾ ട്രാൻസ്ലേഷൻ. മറ്റൊരു ഭാഷയുള്ള ആൾ നമ്മളോട് സംസാരിക്കുകയാണ്, നമുക്ക് ഇവിടെ ലൈവ് ആയിട്ട് നമ്മുടെ ഭാഷയിൽ കിട്ടും. പക്ഷേങ്കിൽ ഇന്ത്യയിൽ ഹിന്ദിയും ഇംഗ്ലീഷുമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഏകദേശം 13 ഭാഷ ടോട്ടൽ ഉണ്ട്. മലയാളം ഒന്നും ഇതിൽ വന്നിട്ടില്ല. അപ്ഡേഷൻ വഴി പതിയെ നമുക്ക് പിന്നീട് കാലക്രമേണ നമുക്ക് മലയാളവും കൂടി ഇതിലേക്ക് ആഡ് ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കും. പിന്നീട് വരുന്ന ഒരു AI ഫീച്ചർ ആയിട്ട് സാംസങ് പറയുന്നത് സർക്കിൾ ടു സെർച്ച് ആണ്. നമ്മൾ ഇത്തരത്തിൽ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം നമുക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ നേരത്തെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗൂഗിൾ ലെൻസിലേക്ക് ഇടുകയായിരുന്നു. ഇനി മുതൽ ആ ഒരു ഓപ്ഷൻ വേണ്ട. സർക്കിൾ ടു സെർച്ചിലൂടെ ഇത് കണ്ടെത്താൻ സാധിക്കും. നിങ്ങളൊരു പ്രൊഡക്റ്റോ വസ്തുക്കളോ എന്തെങ്കിലും കാര്യം നിങ്ങൾ കണ്ടു കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഒരു സർക്കിൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഫുൾ ഡീറ്റെയിൽ എസ്പെഷ്യലി ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു കാര്യം നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ ഒരു AI ഫീച്ചർ വഴി കാണിച്ചു തരുന്നുണ്ട്. പിന്നീട് സാംസങ് അവകാശപ്പെടുന്ന ഒരു AI ഫീച്ചർ ആണ് നമുക്ക് ഒരു നോട്ട് വലിയ രീതിയിൽ വരികയാണെങ്കിൽ ഒരൊറ്റ ക്ലിക്കിൽ അതിനെ സമ്മറൈസ് ചെയ്തു തരുന്നു. അത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. കാരണം വലിയൊരു നോട്ട് നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ വളരെ ചുരുക്കി സിമ്പിൾ ആയിട്ട് നമുക്ക് കാണണമെങ്കിൽ ബുള്ളറ്റ് വൈസിലൊക്കെ നമുക്ക് കാണിച്ചു തരും. അത് നല്ലൊരു ഫീച്ചർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നീട് ഒരു AI ഫീച്ചർ വരുന്നത് നമ്മൾ ഗൂഗിൾ പിക്സലിലൊക്കെ കണ്ട സെയിം ഒരു പ്രൊസീജിയർ ആണ്. നമുക്കൊരു പിക്ചർ ഉണ്ടെങ്കിൽ ആ ഒരു പിക്ചറിനെ ക്ലിപ്പായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള ഒരു AI ഫീച്ചറും സാംസങ് S24 അൾട്രയിൽ വരുന്നുണ്ട്. S സീരീസ് ആയിട്ടുള്ള 22, 23നെ അപേക്ഷിച്ച് 24ലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ടൈറ്റാനിയം ഫ്രെയിം ആണ് ഇവർ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡ്യൂറബിലിറ്റി കൂടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 22ലും 23ലും കണ്ട പോലെ തന്നെ 6.8 ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. പക്ഷേങ്കിൽ 22ലും 23ലും നമുക്ക് കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് വന്നിരുന്നത്. ഇത്തവണ S24 അൾട്രയിൽ വന്നിരിക്കുന്നത് നമുക്ക് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. ബസൽസ് ഒക്കെ തീർത്തില്ലായ്മ ചെയ്തുകൊണ്ടാണ് ഇത്തവണ ഇത് ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ വിഷ്വൽ ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വീഡിയോസ് ഒക്കെ അതിൽ കണ്ടു കഴിയുമ്പോൾ കറക്റ്റ് സ്ക്വയർ ഷേപ്പിലാണ് കാണുന്നത്. S23 അൾട്രയ്ക്ക് ഇതിന് മുമ്പ് 233 ഗ്രാം ആയിരുന്നു. ഈ ഒരു ടൈറ്റാനിയം ഫ്രെയിം വന്നു കഴിഞ്ഞപ്പോൾ 1 ഗ്രാമിന്റെ വ്യത്യാസമാണ് S24 അൾട്രയിൽ വന്നിരിക്കുന്നത്. ഇപ്പോഴും മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സ്നാപ്ഡ്രാഗൺ 8 Gen 3 4 നാനോമീറ്റർ പ്രോസസ്സറാണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. ആൻഡ്രോയിഡ് 14 വേർഷനിലാണ് മൊബൈൽ ഫോൺ ഇറങ്ങിയിരിക്കുന്നത്. സാംസങ്ങിന്റെ സ്വന്തം UI ആയിട്ടുള്ള 6.1ലാണ് മൊബൈൽ വന്നിരിക്കുന്നത്. 7 കൊല്ലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേഷനും സെക്യൂരിറ്റി അപ്ഡേഷനും സാംസങ് നമുക്ക് ഉറപ്പ് നൽകും. മെമ്മറി വേരിയന്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ സാംസങ് ഇത്തവണ 8GB എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിന് പകരം
12GB 256, 12GB 512, 12GB 1TB ഈ ഒരു 3 വേരിയന്റിലാണ് വരുന്നത്. കളർ വേരിയന്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ടൈറ്റാനിയം ഗ്രേ, ടൈറ്റാനിയം ബ്ലാക്ക്, ടൈറ്റാനിയം വയലറ്റ്, ടൈറ്റാനിയം യെല്ലോ ഈ ഒരു 4 കളർ വേരിയന്റിലാണ് മൊബൈൽ ഫോൺ ഇറങ്ങുന്നത്. സാംസങ്ങിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ ടൈറ്റാനിയം ഓറഞ്ച് എന്ന് പറയുന്ന ഒരു കളർ കൂടിയുണ്ട്. ക്യാമറ ഡിപ്പാർട്ട്മെന്റിലാണ് അടുത്ത മാറ്റം വന്നിരിക്കുന്നത്. നോർമലി S23 അൾട്രയിൽ ഉണ്ടായിരുന്ന പോലെ 200 മെഗാ പിക്സലിന്റെ ക്യാമറയാണ് മെയിൻ ക്യാമറ ആയിട്ട് വരുന്നത്. ഈ ഒരു 200 മെഗാ പിക്സലിൽ 30 FPS 8K റെക്കോർഡിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. OIS എല്ലാ ക്യാമറയിലും സപ്പോർട്ടാണ്. 10 മെഗാ പിക്സലിന്റെ ഒരു പെരിസ്കോപ്പ് ലെൻസ് എടുത്ത് മാറ്റിയതിന് ശേഷം ഇത്തവണ 50 മെഗാ പിക്സലിന്റെ ഒരു ടെലിഫോട്ടോ പെരിസ്കോപ്പ് ലെൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു ടെലിഫോട്ടോ ലെൻസിൽ S22ലും 23ലും 3x സൂം ആണ് വന്നിരുന്നത്. ഇത്തവണ 24ലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ 5x സൂം ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. സാംസങ് പറയുന്നത് 50 മെഗാ പിക്സലിന്റെ ഈ ഒരു പെരിസ്കോപ്പ് ലെൻസ് കൊണ്ടുവന്നതോടുകൂടി തന്നെ 5xലെ ഒരു ഫോട്ടോ എടുത്തു കഴിയുമ്പോൾ മികച്ച ക്വാളിറ്റി തരുമെന്നാണ്. ഏതായാലും 5xൽ എടുത്ത ഒരു ക്വാളിറ്റി ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം. കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പത്ത് മെഗാ പിക്സലിന്റെ 3x സൂം വരുന്ന ഒരു ക്യാമറ വരുന്നുണ്ട്. 12 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് വരുന്നുണ്ട്. മെയിൻ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് 120 FPS ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്ലോ മോഷൻ വീഡിയോസ് ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു 120 FPS ഉള്ളത് കൊണ്ട് തന്നെ എടുക്കാൻ സാധിക്കും. സെൽഫി ക്യാമറ 12 മെഗാ പിക്സൽ ആണ് വരുന്നത്. 4K 30-60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. 5000 mAh ബാറ്ററി കപ്പാസിറ്റി ആണ് വരുന്നത്. 45 വാട്ടിന്റെ ഒരു വയർഡ് ചാർജർ വരുന്നുണ്ട്. 15 വാട്ടിന്റെ ഒരു വയർലെസ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. 4.5 വാട്ടിന്റെ റിവേഴ്സ് ചാർജ് സപ്പോർട്ടും ഈ ഒരു S24 അൾട്രയിൽ വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് ഒക്കെയാണ് S22ഉം S23 അൾട്രയും അപേക്ഷിച്ച് S24ൽ വന്നിരിക്കുന്നത്. S24 നിങ്ങൾ പ്രീ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 256ന്റെ വിലയ്ക്ക് ഏകദേശം 1,29,000 രൂപയ്ക്ക് 512GB കിട്ടും. അതിനോടൊപ്പം തന്നെ ഒരു വയർലെസ് ചാർജറും സാംസങ് തരുന്നുണ്ട്. ഏകദേശം 5000 രൂപ കുറവ് കൂടി വരുന്നുണ്ട്. ടോട്ടലി ഇപ്പോൾ പ്രീ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ 1,40,000 രൂപയുടെ S24 അൾട്രാ വേരിയന്റ് ഏകദേശം 1,18,000 രൂപയ്ക്ക് എല്ലാ ഓഫറുകളും കിഴിച്ചതിന് ശേഷം ജാനുവരി 30-നുള്ളിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഒരു വിലയ്ക്ക് 512 നമുക്ക് കിട്ടുകയാണെങ്കിൽ നല്ലൊരു ഡീല് തന്നെയാണ്. S24 അൾട്ര ഒക്കെ അപ്ഡേഷൻ ചെയ്യാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഓഫർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിലൂടെ S24നെ കുറിച്ചുള്ള ഡീറ്റെയിൽ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ്. ഇന്നത്തെ വീഡിയോ ഞാനൊരു വൈൻഡപ്പ് ചെയ്യാണ്. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ പറയുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോയുമായി കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.